കർത്തൻ തന്നോടെ സ്നേഹിതരാം 12 അപ്പോസ്തലന്മാർ പ്രേക്ഷിത വേലയ്ക്കായി നൽകി ജീവനിതും തൻ ജീവിതവും. ത്രിയേക ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ക്രൈസ്തവ വിശ്വാസത്തിന്റെ ശില്പികളായ 12 അപ്പോസ്തലന്മാരുടെ ഓർമ്മ ദിനങ്ങളിലൂടെ നാം കടന്നു പോവുകയാണ്. ക്രിസ്തുവിന്റെ സ്നേഹത്തെ പ്രതി ജീവിതവും തങ്ങളുടെ സർവസ്വവും ഉപേക്ഷിക്കുകയും ക്രിസ്തുവിനായി മരണം സ്വീകരിക്കുകയും ചെയ്ത പ്രിയ ശിഷ്യന്മാരുടെ ഓർമ്മകൾ കൂടെയാണ് ഈ 12 ദിവസങ്ങൾ നമ്മൾ കടന്നു പോകുന്നത്. ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തു വിളിച്ച് വേർതിരിക്കുകയും ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കാനും ക്രിസ്തുവിനോടൊപ്പം സഞ്ചരിക്കുവാനും അവനോടൊപ്പം മരിക്കുവാൻ പോകാന്ന് പറഞ്ഞ തോമാസ് ലീഹ അതിൽ നമ്മളുടെ പിതാവാണ്. തീർച്ചയായും ആദിമകാലങ്ങളിൽ ക്രിസ്തുവിനോടൊപ്പം നടന്ന് അവരിൽ തങ്ങളിൽ ആരാണ് വലിയവനെന്നുള്ള ചിന്തകൾ വരികയും ക്രിസ്തുവിനോട് ചേർന്നുള്ള ആ സഹന അനുഭവങ്ങൾ കൂടെ കടന്നു പോകാൻ തക്കവണ്ണം ഇരിക്കുകയും ചെയ്ത ശിഷ്യന്മാർ കർത്താവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം അവർ പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ചത് ശേഷം അവർ ലോകമെമ്പാടും പോയി ക്രൈസ്തവ വിശ്വാസത്തെ പ്രചരിപ്പിക്കുകയും ക്രിസ്തുവിന് വേണ്ടി പീഡകൾ സഹിക്കുകയും യോഹന്നാൻ സ്ലീഹ ഒഴികെ ബാക്കി എല്ലാവരും ക്രൂരമായ പീഡകൾക്ക് വിധേയപ്പെട്ട് രക്തസാക്ഷിത്വം വരികയും ചെയ്തു. അവരുടെ മധ്യസ്ഥത നമുക്കെല്ലാം കാവലാകട്ടെ, അനുഗ്രഹമാകട്ടെ എന്ന് ആശംസിക്കുന്നു. കുട്ടമ്പേരൂർ സിയോൻപുരം സെന്റ് തോമസ് ഇടവകയുടെ യുവജന പ്രസ്ഥാനം തൽമിദീം എന്ന സ്ലീഹാന്മാരുടെ ജീവിത വഴികളിലൂടെയുള്ള പ്രോഗ്രാം ഈ വർഷം നടത്തപ്പെടുകയാണ്. അതിന് പ്രവർത്തനങ്ങൾക്കും അതിൻ്റെ പ്രവർത്തകർക്കും എല്ലാവിധമായ നന്മകളും വാഴ്വുകളും ഉണ്ടാകട്ടെ. സ്ലീഹന്മാരുടെ മധ്യസ്ഥത നമുക്കെല്ലാം കാവലാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യും. പന്തിരുമാസങ്ങൾ ആട്ടിൻ മകുടങ്ങൾ 12 ഉറവുളവാ ആശീമോദേശെ 12 സ്ലീഹന്മാർ വചനം ഘോഷിച്ചു വാനിലും ഊഴിലും നാനാദിശകളിലും പ്രാർത്ഥന ഞങ്ങൾ കവയം